ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ കുറേയേറെ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷത്തുള്ള പാർട്ടി നേതാക്കളൊക്കെ മോദി ഒഴിയുന്നില്ലേ, 75 എന്നുള്ളൊരു റിട്ടയർമെൻറ്റ് പ്രായം അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. ഇത്തരത്തിൽ മോദിയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് അവർ ചർച്ച ഉയർത്തി വിടുന്നത് മോദി നയിക്കാനുള്ള BJPയെ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ? മോദിയെ ഭയപ്പെടുന്ന പ്രതിപക്ഷം അത് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറയെ. അത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം മോഡി എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ്, ഒരു സംശയമില്ല. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അത് വേറെ കാരണം കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് അത്ര വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു, ജനപിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പിന്തുണച്ചാവകാശി എന്ന ഒരു വലിയ അംഗീകാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായിരുന്നു നെഹ്റുവിൻ്റെ ഒരു ശക്തി. ഇന്ദിരാഗാന്ധി ആയപ്പോൾ അത് വേറൊരു രീതിയിലായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ പിൻഗാമി, നെഹ്റുവിൻ്റെ മകൾ, പിന്നെ കോൺഗ്രസിൻ്റെ അനിഷേധ്യയായ നേതാവ്, ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആ ഒരു രാഷ്ട്രീയ ശക്തി. കോൺഗ്രസ് ഒരു വലിയൊരു പാർട്ടി, അതിന് വ്യവസായികളുടെ പിന്തുണയുണ്ട്, ഭൂവുടമകളുടെ പിന്തുണയുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുണ്ട്. അങ്ങനെ വളരെ ശക്തമായ ഒരു സ്റ്റാൻഡിൽ ഇന്ദിരാഗാന്ധി പോന്നു. പിന്നെ പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു, അങ്ങനെ പോഖ്രാനിൽ അണവ പരീക്ഷണം നടത്തി. ഇതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ തൊപ്പിയിലെ തൂവലുകളായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് അതിന് മറികടന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു. പിന്നീട് ആ രീതിയിൽ ആരും നമ്മൾ കാണുന്നില്ല. രാജീവ് ഗാന്ധി ആണെങ്കിലും, നരസിംഹറാവു ആണെങ്കിലും, വാജ്പേയി ആണെങ്കിലും, മൻമോഹൻ സിംഗ് ആണെങ്കിലും, ഇവരൊക്കെ ഒരിക്കലും ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. നെഹ്റു, ഇന്ദിര കഴിഞ്ഞിട്ട് പിന്നെ ആ നിലയിലേക്ക് എത്തുന്നത് വേറെ കാരണങ്ങൾ കൊണ്ടാണ്. നെഹ്റുവിൻ്റെ ആ ഒരു വിശാലമായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോ അല്ലെങ്കിൽ ജനാധിപത്യ ബോധമോ പ്രതിപക്ഷ ബഹുമാനമോ ഒന്നും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല, മോഡിക്കുമില്ല. മോഡിക്ക് തീരെയുമില്ല. പിന്നെ മോഡി വരുന്നത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അദ്ദേഹം സാധാരണക്കാരിൽ നിന്ന്, ഇടത്തരക്കാരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വേറൊരു രീതിയിൽ സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. സ്വയം സേവകനായിട്ടാണ് വരുന്നത്. അതിൻ്റെ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പോലും അദ്ദേഹം ഒരു MLA ഒന്നും ആകുന്നില്ല. അദ്ദേഹം ആദ്യം MLA ആകുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം ഗുജറാത്ത് വിധാൻസഭയിൽ അംഗമാകുന്നത്. അതിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചാണ് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് മോഡിയെ അനുകൂലിക്കുന്നവരും മോഡിയെ എതിർക്കുന്നവരും, രാജ്യത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മോഡി പറയുന്നതെല്ലാം ശരിയാണ്, മോഡി പറയുന്നത് മാത്രമാണ് ശരി, മോഡി പറയാത്തതൊന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മോഡിയുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവർക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതാണ് BJPയുടെ മുമ്പിലുള്ള വലിയ വിഷയം.